എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബേബീസ് നേർ കാസർഗോഡ്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ മധു താരനെട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒരു കൃഷിക്കാരനാണ്, കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇതിൽ മധുവിൻ്റെ ഒരു തോട്ടം എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹം. ഒന്ന് എപ്പോഴും ഫേസ്ബുക്കിൽ മധു താരനെട്ട ഒരു കൃഷിഭ്രാന്തൻ എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് കാണാൻ അതിയായ ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് നേരെ മധുവിനെ കാണാനും മധുവിൻ്റെ കൃഷി രീതികൾ നമുക്കൊന്ന് കാണാനും വേണ്ടിയിട്ട് ഈ താരൻതെട്ട ഉദാഹരണത്തിന് അതിന് എത്രയോ ഏക്കർ പച്ചക്കറി കൃഷിയുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒറ്റയ്ക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നത് വളരെ അധ്വാനിയായ ഒരു യുവ കർഷകനാണ് നമ്മുടെ മധു താരൻതെട്ട. അപ്പോൾ മധു താരൻതെട്ട ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചും അതിൻ്റെ രോഗപ്രതിരോധ ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുപോലെ നല്ല പച്ചക്കറി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മധുവിനോട് കണ്ടിട്ട് കാര്യങ്ങൾ. കുറേ വർഷങ്ങളായി മധു കൃഷി ചെയ്യുന്നത് എനിക്കറിയാം, നേരത്തെ അറിയാം. ഒരുപാട് വർഷങ്ങളായി മധു കൃഷി ചെയ്യുന്നത്, പച്ചക്കറി കൃഷി ചെയ്യുന്നത്. നമുക്ക് മധു താരൻതെട്ടയെ സംസാരിക്കാം. ഇതാണ് മധു താരൻതെട്ടയുടെ ഞരമ്പൻ കൃഷി. ഏകദേശം എത്രയോ ഏക്കറുണ്ടെന്ന് നമുക്ക് മധു വയ്ക്കാം. മധു താഴെ ഒരു ജൈവവളം തയ്യാറാക്കുകയോ അല്ല എന്തോ ചെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മധുവിനെ കണ്ടുപിടിക്കാം. ആ ഭാഗത്തുണ്ട് മധു. ഹലോ, നമസ്കാരം. എന്താക്കുന്നത്, എന്ത് ചെയ്യുന്നു? ഓ, ക്ലീനിങ്. അതെ അല്ലേ. ഇതിപ്പോ എത്ര ഏക്കർ ഇത് നരമ്പ കൃഷി ഉണ്ട് മധു? ഇത് ഈ ഒരേക്കർ ഉണ്ടല്ലേ ഇവിടെ? അല്ല, ഞാൻ പൊതുവെ പച്ചക്കറി കൃഷിയാക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ പച്ചക്കറി കൃഷി എപ്പോഴും നഷ്ടം, അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇതുവരെ? ഇല്ലില്ല, പച്ചക്കറി കൃഷി നമുക്ക് ഏത് കൃഷി ആയിക്കോട്ടെ ഏറ്റവും ലാഭകരമാണ്. അതെ, ലാഭകരം മാത്രമല്ല, നമ്മുടെ മനസ്സിന് ഒരു ഭയങ്കര സംതൃപ്തിയാണ് കൃഷിയൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ ഏറ്റവും നല്ല സന്തോഷം. ഇത് ഈ നരമ്പ കൃഷിയല്ല മറ്റു കൃഷികളെല്ലാം എന്ത് ചെയ്യുന്നു? വെള്ളരിയോ അല്ലെങ്കിൽ കക്കരിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും? മഴക്കാലത്ത് കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കൃഷി ഒന്ന് ഞരമ്പനും അതുപോലെ തന്നെ കക്കരിയാണ്. കൂടുതൽ മഴയുണ്ടാകുമ്പോൾ നമുക്ക് മറ്റേ കൃഷിയിലാണെങ്കിൽ അത് നശിച്ചു പോകാൻ കൂടുതൽ ഇതുണ്ട്. ഇതിന് കുറച്ചും കൂടി പ്രതിരോധ ശേഷിയുള്ള ഒരു ഇതാണ് ഞരമ്പൻ, അത് കക്കരി. ഒരു മരുന്ന് ഉപയോഗിക്കില്ല? ഇല്ല, മരുന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അടിയോളം പിന്നെ നല്ല വിത്തൊക്കെ നമ്മ വിവേറിയ നമ്മ ട്രൈക്കോഡർമ വിവേറിയ സൂഡോമോണസ് എന്ന രീതിയിലേക്ക് ജൈവ രീതി കീടനാശിനികൾ ഉപയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഓ, ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നില്ല. ഓക്കെ. നല്ല പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇതിന്റെ അടിയിൽ ഈ ചാണകവെല്ലാം കൊണ്ട് മണ്ണിര ഉണ്ടാവല്ലേ? മണ്ണിര ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിലിപ്പോ. മണ്ണിര നിറയെ മണ്ണിര ഇപ്പൊ കളച്ച് കാണിക്കുകയാണെങ്കിൽ ഇതില് ഒരു രീതിയിലുള്ള രാസവളം ഞാൻ ഉപയോഗിക്കുന്നില്ല. കൂടുതലായിട്ട് ഞാൻ ചാണകം പിണ്ണാക്ക് പുളിപ്പിച്ച് വയ്ക്കുക, അതുപോലെ തന്നെ സ്റ്റെറാമില്ല്, എല്ലുപൊടി. ഇതാണ് എന്റെ കൂടുതൽ. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ഈ ജൈവ രീതിയിലുള്ള ചാണകം പിണ്ണാക്കും കലക്കി അതിന്റെ ഒഴിക്കലുണ്ട്. ഇപ്പൊ ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. ഇപ്പൊ ഇത് കാണാം, ഇതില് ഇപ്പൊ ചാണകം പിണ്ണാക്ക് ഇപ്പൊ അടിയിൽ പിന്നെ സ്റ്റെറാമില്ല് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എന്റെ. അല്ല, അപ്പൊ ഒരു ദിവസം മധു എത്ര കിൻഡലും ഇത് നരമ്പം പറിക്കുകയില്ല? ഇപ്പൊ ശരാശരി ഇപ്പൊ മഴയുടെ കൂടുതലായതുകൊണ്ട് കുറെയൊക്കെ നമുക്ക് കീടങ്ങൾക്ക് പിന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് ഒരു ശരാശരി ഒരേക്കറിൽ ഒരു 2.5 കിൻഡലൊക്കെ നമുക്ക് പറിക്കാം അല്ലേ? 2 ഡെയിലി പറിക്കാം. അല്ല, ഞാൻ മധുവിന്റെ മുമ്പത്തെ ഒരു വീഡിയോ കാണുമ്പോ അതില് എന്തോ കൊത്തിയ പോലെ ഒരു പ്രശ്നം മധു നമുക്ക് കാണുമ്പോഴേ ഒരു ബേജാറായി പോയി. അതെന്ത് സംഭവം? എലിയാണ്. അപ്പൊ നമ്മൾ ഈ നിറയെ ഇവിടെ കാടായിരുന്നു ഉണ്ടായത്. അപ്പൊ എനിക്കൊരു പുതിയൊരു അനുഭവമാണ്. അപ്പോ ശരാശരി ഒരു ദിവസം നോക്കുമ്പോഴൊക്കെ 50-60 ഇതുപോലെ ചെറിയ കായിനെ മുഴുവനായിട്ട് കഴിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു ഇത് എലിയല്ല, വേറെ ഏതോ മൃഗമാണെന്നാ വിചാരിച്ചത്. അപ്പോഴേക്ക് നോക്കുമ്പോഴേക്ക് ഞാൻ രാത്രിയിൽ അവനെ ഏറ് മോഡലാക്കിയിട്ടുണ്ട് കേട്ടോ. ഏറ് മോഡലാക്കിയിട്ടുണ്ട്. വേറെ ജീവിയാണ്, മെരു എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഏറ് മോഡാക്കി 3-4 ദിവസം ഞാൻ അതിൽ നിന്നു. അവസാനം ഈ രാത്രി 12 മണിയാകുമ്പോൾ നോക്കുമ്പോഴേക്ക് എലിയെല്ലാം ഇങ്ങനെ തുള്ളി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് എലിയാണെന്ന്. ഇപ്പൊ എലിയെ പൂർണ്ണമായിട്ടും ഈ കൃഷിപ്പാടത്ത് ഞാൻ ഒഴിവാക്കി. അതാണ് ഇത് ഇവിടെ കാണുന്ന നിലത്ത് കുറെ പറിച്ചിട്ട്. ഓ, ശരി. ഇതെല്ലാം എലിയുടെ പണിയല്ലേ? ഇപ്പൊ ഒന്നുമില്ല, വളരെയധികം. അതെല്ലേ. അല്ല, ഞാൻ വേറൊരു സംശയം ചോദിക്കുന്നത്, ഇത്രയെല്ലാം ഈ കൃഷി, പച്ചക്കറി കൃഷി, മറ്റു കൃഷിയെല്ലാം ചെയ്യുന്ന മധുവിനെ തേടി അവാർഡുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
അവാർഡ് എന്ന് പറഞ്ഞാല് നമ്മളെ ചെറിയ ചെറിയ പുരസ്കാരം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കിട്ടിയിട്ടില്ല അല്ലേ? പിന്നെ നമ്മുടെ കൃഷിഭവന്റെ ഒരു ആദരവ് ഉണ്ടായിരുന്നു. ആ അത് ഈ പ്രാവശ്യത്തെ ആദരവ് എന്റെ മകനാണ് കിട്ടിയത്. അത് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടി അതെ. കർഷകനായിട്ട് എന്റെ കൂടെ എപ്പോഴുള്ള എന്റെ കുട്ടി കർഷകനായിട്ടുള്ള എന്റെ മകൻ എന്റെ ഒരു ഫലം കൈ മോന്റെ താങ്ങായിട്ട് പേരെന്ത്? അമൽ ദേവ് അമൽ 8ാം ദേവ്. ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുണ്ടംകുഴി സ്കൂൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നുള്ളത്. ആ ആ അപ്പൊ അവനെ ഇത് അനുമോദനം കിട്ടിയിട്ടുണ്ട്. ആ പിന്നെ ശരി. എനിക്ക് പിന്നെ ബ്ലോക്ക് തലത്തിലെ ജൈവ കൃഷിക്കുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ആ ആ ആ പിന്നെ ജില്ലയിലെ 2ാമത്തെ കർഷകൻ എന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഓ ശരി. അപ്പൊ ഞാൻ നിരന്തരമായിട്ട് സംസ്ഥാന അവാർഡിന് 15 വർഷമായി ഞാൻ കൊടുക്കുന്നുള്ളത്. ആ ആ ആ. അപ്പൊ ഞാനിപ്പോ കൃഷി നിലവിൽ 20 വർഷത്തോളം ഞാൻ കൃഷിയിൽ മാത്രം നിൽക്കുന്ന ഒരു 20 വർഷമായി പച്ചക്കറി കൃഷിയിലും ആ, മറ്റു കൃഷിയിലും എല്ലാം നിൽക്കുന്നല്ലേ? പച്ചക്കറി കൃഷി, മറ്റു കൃഷി അനുബന്ധമായി തെങ്ങ് വേറെ ആ. 2 ഏക്കറിലുണ്ട്. ഉണ്ട്. ആ അപ്പോൾ 5 ഏക്കർ വരെ ഞാൻ കൃഷി ചെയ്ത ഒരുത്തരാണ് ഒറ്റയ്ക്ക്. അതായത് കൂടുതലും ആൾക്കാരെ തൊഴിലാളികളെ വെക്കാതെ ആ. രാത്രിയും പകലും അധ്വാനം, ഒറ്റയ്ക്കുള്ള അധ്വാനത്തിൽ കൂടി എല്ലാം ഞാൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ. സകലമായ എൻ്റെ വീട് മാത്രം എല്ലാം പഴയ രീതിയിലാണെങ്കിൽ ആ. ഏറ്റവും ഒരു ദാരിദ്ര്യമായ ഒരു കുടുംബമായിരുന്നു എൻ്റെത്. ഇപ്പോൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ടുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇപ്പോൾ അത് കൃഷിയിൽ. സ്വയം പറയുന്നുണ്ടല്ലേ? സ്വയം പറയുന്നുണ്ട്. അതാ കൃഷി ഒരിക്കലും അഭിമാനത്തോടുകൂടി നഷ്ടമല്ല. പറയുന്നു. അഭിമാനത്തോട് പറയാണ്, കൃഷി ഒരിക്കലും നഷ്ടമല്ല. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. ആ. നമ്മൾ നാട്ടിലേക്ക് വേണ്ട മുഴുവൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ അല്ല ഒരു മിനിറ്റ്, ഇപ്പൊ എത്രയാ ലോഡ് പച്ചക്കറി നമ്മളെ കുണ്ടംകുഴി പോലുള്ള ടൗണിൽ തന്നെ വരുന്നുണ്ട്, കർണാടക പച്ചക്കറി. നമുക്ക് സ്വന്തമായിട്ട് കൃഷി ഉണ്ടാക്കിക്കൂടെ? അതിനൊരു അതെ, ഉണ്ടാക്കാം. നമ്മളിപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കൃഷിയോട് താല്പര്യം കുറഞ്ഞിട്ടാ ഉള്ളത്. ആ, ആ, അപ്പോൾ ഇപ്പോഴത്തെ ശരാശരി നമ്മളെ പോലത്തെ ചെറുപ്പക്കാർ മാത്രമാണ് കൃഷിയിൽ ഇറങ്ങുന്നുള്ളത്. ആ, വരും തലമുറകൾ കൃഷിക്കാരിൽ ഒരേ കുട്ടികളോ ഇറങ്ങുന്നില്ല. ഇറങ്ങുന്നില്ല. അതെ. അവർക്ക് ഇത് കൃഷി നഷ്ടം എന്ന രീതിയിലാണ് അവർ കാണുന്നുള്ളത്. ആ, ആ, മണ്ണിൽ പണിയെടുക്കുന്ന ഏത് കർഷകനും ഒരിക്കലും നഷ്ടമില്ല. വിളവെറിഞ്ഞ് വിത്തിട്ടാൽ ആ. എല്ലാ കൃഷിയും നല്ല ലാഭകരമാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ അതെ, ശരിയായിരിക്കും, അത് ശരിയായിരിക്കും. പിന്നെ ഇപ്പോ ഈ ഞരമ്പിന് ഏകദേശം 1 ഏക്കർ, മറ്റു കൃഷികളെ മറ്റേ കുറിച്ച് ഇപ്പോൾ ഉള്ളത് കക്കരിയാണ്. എല്ലാവർക്കും ഒന്ന് അറിയട്ടെ. കക്കരി ഇപ്പോ 70 സെന്റാണുള്ളത്. 70 സെന്റ്. 1 ഏക്കർ 70 സെന്റിലാണ് ഇപ്പോ ആ പച്ചക്കറി കൃഷി ഉള്ളത്. ആ അപ്പൊ കക്കരി വേറെ വേറെ സൈറ്റിലാണ് ഉള്ളത്. സൈറ്റിലല്ലേ? ആ സൈറ്റിൽ ഇതെല്ലാം പാട്ടത്തിന് എടുക്കുന്നത് അല്ല? പാട്ടത്തിന് ഇത് പിന്നെ നമ്മുടെ പാട്ടം കൊടുക്കേണ്ടി വരില്ല അല്ലേ? ഇല്ല, പാട്ടം കൊടുക്കണം. നമ്മുടെ മാധവട്ടൻ, പെരളം മാധവട്ടന്റെ സ്ഥലമാണ് ആ ആ ഇത്. ആ. അപ്പൊ അവർക്ക് ഒന്നും കൊടുക്കണ്ട. ആ ശരിയാ. അതുപോലുള്ള ഒരു നന്മയുള്ള ഒരു മനുഷ്യൻ ആ. ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ 15 വർഷമായിട്ട് ഇവിടെ ഞാൻ കൃഷി ചെയ്യുന്നതാണ്. ആ ശരി. ഇതുവരെ പാട്ടം പോട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. അതെ, എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം തരുന്നത് മാധവട്ടനാണ്. ആ, അവരെ ശരി. ആ മനസ്സിനെ നമുക്ക് എപ്പോഴും അതെ അതെ അതെ. വന്ദിക്കേണ്ട ഒരു അല്ല അങ്ങനെയുള്ള ആളുകളും ഉണ്ട് നാട്ടില്. തീർച്ചയായിട്ടും അതെ ഉണ്ട്. അതെ അതെ തീർച്ചയായിട്ടും ഉണ്ട്. അതെ അതെ. ആ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ വെള്ളരി കൃഷിയൊന്നും കക്കരി കൃഷിയൊന്നും കണ്ടില്ല, അതെല്ലാം അപ്പുറത്തെ സൈഡിലാണ്. അത് വേറെ സ്ഥലത്താണുള്ളത്. അതെ അതെ അല്ലേ? ആ ആ. ഇനിയിപ്പോൾ ഈ എത്ര വർഷമായി ഇത് കൃഷി ചെയ്യുന്നത്? 20 വർഷം എന്നല്ല, ഞാൻ 20 വർഷം പൂർണ്ണമായിട്ട് കൃഷി ചെയ്യാൻ 20 വർഷമായി. ആ അച്ഛന്റെ പാരമ്പര്യം രീതിയിൽ തന്നെയാണ് ഞാൻ കൃഷിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആ ആ അപ്പോ പിന്നെ എനിക്കൊരു സങ്കടം എന്ന് പറയുന്നത് ആ സങ്കടം എന്ന് പറയും. പറയുന്നത് ഞാൻ 15 വർഷമായി സംസ്ഥാന അവാർഡിന് കൊടുക്കുന്നത്. അതെ അതെ അത് അതെ. പറഞ്ഞ 5 ഏക്കർ വരെ ഞാൻ ഒറ്റക്ക് ചെയ്ത കൃഷിയാണ്. അതില് എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. പച്ചക്കറി 10 തരം പച്ചക്കറി, ആ. അതുപോലെ തന്നെ വാഴ. ഇതിൽ പുറമെ എനിക്ക് 2 ഏക്കറില് ഉം. പിന്നെ തെങ്ങ്, കവുങ്ങ്, അതുപോലത്തെ കുരുമുളക്, എല്ലാ കൃഷിയുള്ള എല്ലാ ഒരുത്തന്. അപ്പൊ കൃഷിയും. മൊത്തം 7 ഏക്കർ കൃഷി ചെയ്ത ഒരുത്തന് ആ പല സമയത്ത് ഞാൻ കൊടുത്തിട്ട് എന്റെ കൃഷി സ്ഥലങ്ങൾ വന്ന് സന്ദർശിച്ചിട്ട് എനിക്കൊരു അവാർഡ് കിട്ടാനോ ഒന്നും കിട്ടിയില്ല. ഓ ആ അപ്പൊ ഒരു കർഷകന്റെ ഒരു അവസാനത്തെ ഒരു ആഗ്രഹം കൂടിയാണ് ഒരു അവാർഡ്. സംസ്ഥാന അവാർഡും കൂടി ഒന്ന് വാങ്ങി ജീവിതത്തിലേ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. അത് എല്ലാവർക്കും ഉള്ളതാണ്. ആ അവാർഡ് കിട്ടാതെ വളരെ അതെ സന്തോഷമുണ്ട്. അതെ അതെ. നോക്കാം, നമുക്ക് കൃഷി ചെയ്തോണ്ടിരിക്കാം. അവര് തരുമ്പോ തെറ്റല്ല. അത് നമ്മളെന്ത് പറയുന്നത്, ഇപ്പോൾ ഇത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ വന്നിട്ട് നോക്കിയിട്ട് നല്ല കർഷകൻ അവരെ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം. അവർ ഇപ്പോൾ ഇപ്രാവശ്യത്തെ അവാർഡ് യുവ കർഷകനുള്ള അവാർഡ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലില്ല. കഴിഞ്ഞ വർഷം ഇല്ല, ഉണ്ട് ഇല്ലല്ലോ? ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പൊതുവെ കർഷകർക്ക് അവര് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ വർഷത്തെ അവാർഡ് കിട്ടിയത് എല്ലാം പിന്നെ പാലക്കാട് ജില്ലയിലേക്കാണ് കൂടുതൽ പോയിട്ടുള്ളത്. അതെ ആകെ കാസർഗോഡ് ജില്ലയിലേക്ക് അസിസ്റ്റന്റ് പിന്നെ നമ്മളെ കൃഷി ഓഫീസർക്ക് എന്ന രീതിയിലേക്കുള്ള ഒരു പോസ്റ്റ് മാത്രമാണ് ഈ കർഷക അവാർഡിൽ തെരഞ്ഞെടുത്തത്. ആ ശരി. ബാക്കിയെല്ലാം ഇങ്ങനെയാണ്. അത് മാത്രമല്ല, നമ്മളെ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ മേഖലയും കൂടിയാണ്. അത് അതെ, വളരെ അതെ. പ്രധാനമാണ്. അതെ നമുക്ക് വേണ്ട എല്ലാ പച്ചക്കറി അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ഉത്പാദിപ്പിച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ്. അതെ അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ കർഷകരെ, എല്ലാ കർഷകരെയും അംഗീകരിക്കുക, ആ അവർക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളും കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഇടപെടുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ മതി. താങ്ക് യു താങ്ക് യു. ഇനി അവസരത്തിൽ നമുക്ക് ഇനി അടുത്തൊരു അവസരത്തിൽ കാണാം. ഓക്കെ ടാറ്റാ. ടാറ്റ. ഈ പന്തലിലെ തടമൊന്നും ലെവലല്ല മതി. ഇതെന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ ഇതിൽ? ഈ പന്തലിൽ തടം ഒന്ന് വേറെ ശരിക്കും പറഞ്ഞാൽ ലെവലിലല്ലേ സാധാരണഗതി നടല്ലേ? ഇത് നീ ഒന്ന് അതെന്താ അതിന്റെ ടെക്നിക്ക്? ഒരു ടെക്നിക്കാണത്. ആ എന്ന് പറഞ്ഞാല് ഇത് ഈ തടവും
ഈ തടവും നമ്മൾ ചതുരം എന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. ആ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാലൻസ്, ഇത് നമുക്ക് മുകളിൽ വരുന്ന ഞരമ്പന്റെ ബാലൻസ് നിയന്ത്രിക്കേണ്ടത് ഈ തണ്ടിൽ കൂടിയിട്ടാണ്. അല്ലെങ്കിൽ സമചതുരം ആകുമ്പോ പന്തല് നടു ഇങ്ങനെ തൂങ്ങി കിടക്കും. അതിന്റെ ഉള്ളിലേക്ക് പണിയെടുക്കാനോ നമുക്ക് വളം കൂട്ടാനോ അത് പറിച്ചെടുക്കാനോ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാവും. ഇത് നല്ലൊരു ടെക്നിക്കാണ്. പക്ഷെ സാധാരണ ആൾക്കാർ പറയുന്നത് ഈ പന്തല് കൃഷി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ്. ഈ പന്തല് കൃഷി ഒരിക്കലും ബുദ്ധിമുട്ടില്ല. നമുക്ക് സാധാരണ ഒരു കോട്ടിംഗ് ഉള്ള ഒരു കമ്പി അതിലേക്ക് സാധാരണ ഇങ്ങനെ നെറ്റ് വലിച്ച് കെട്ടുകയാണ് മാത്രം ചെയ്താൽ മാത്രം മതി. ഇത് ഓരോന്നും വേറെ വേറെ ഇങ്ങനെയല്ല, ഈ നൈലോൺ കയർ ഉപയോഗിച്ച് കിട്ടുന്നത് അല്ലേ? ഇത് ഞാൻ വിചാരിച്ചത് നെറ്റായിരിക്കും. നെറ്റല്ല അല്ലേ? നെറ്റല്ല, ഇത് നൈലോൺ കയർ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു കയറാണ്. പ്ലാസ്റ്റിക് തന്നെയാണ്, എങ്കിലും ഇത് നല്ല ഒരു 3 വർഷം വരെ ഈ പന്തൽ നമുക്ക് ഉപയോഗിക്കാം. ഓ അത് ശരി. അപ്പൊ ഈ മുള നാട്ടണോ? ഇത് മുള നാട്ടണം. മുള ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ കമ്പി നമുക്ക് ഇതിലേക്കാണ് നമുക്ക് കെട്ടുന്നില്ല. ഈ കമ്പി ഇവിടെ കെട്ടി കഴിഞ്ഞാൽ ഇത് എത്ര അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാലും ഒന്നും ആവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മ ഈ പന്ത് വരുമ്പോ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ സമചതുരായിട്ട് നടത്തുന്നത് എല്ലാം വേറെ വേറെ അല്ലേ? അത് ശരി, അതൊരു ടെക്നിക്ക് തന്നെ. ഇത് ഈ പന്ത് ഈ ഇപ്പൊ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതിപ്പോ 3ാമത്തെ സെക്ഷൻ തന്നെ, അത് മനസ്സിലായില്ല എങ്ങനെ 3ാമത്തെ സെക്ഷൻ? നമ്മളിപ്പോ കൂടുതൽ ഉത്പാദനം വരുമ്പോ മാർക്കറ്റിലേക്ക് സാധനം എത്തിക്കാൻ വേണ്ടിട്ട് അവർ വാങ്ങാനും പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ഫ്ലോട്ട് അവിടെ നേരത്തെ കാണിച്ചു തന്നു. 2ാമത്തെ ഫ്ലോട്ട് മുകളിലാണ്. 3ാമത്തെ ഫ്ലോട്ട് ആയിട്ടുള്ളത്. ഈ 3ാമത്തെ ഫ്ലോട്ടിൽ 120 നരമ്പൻ തൈകളുണ്ട്. അപ്പോൾ 3 സെക്ഷൻ ആക്കുമ്പോൾ നമുക്ക് ഉത്പാദനം അതേപോലെ പറിച്ചു കൊണ്ടു കൊടുക്കാനും നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനും നല്ല വില കിട്ടാനും സാധ്യത. അത് ശരി. അപ്പോ എല്ലാം അറിഞ്ഞിരിക്കണം നമുക്കല്ലേ? കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇപ്പൊ കക്കരിയെല്ലാം വിളവെടുക്കാനായോ? അല്ല, വിളവെടുക്കുന്നുണ്ട്. കക്കരി ഇപ്പൊ 1 കിണ്ടൽ ദിവസം പറിക്കുന്നുണ്ട്. അല്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, കുറച്ച് ദൂരമല്ല, അങ്ങോട്ട് വരുന്നില്ല. ഇപ്പൊ വരുന്നതിന് കുഴപ്പമില്ല, ഫ്ലോട്ടിൽ തന്നെ 2 കൃഷി ഞാൻ ചെയ്യാൻ കുറവാണ്. അതിന്റെ നമ്മുടെ ഈ ഉത്പാദന സമയത്ത് ഇതിന്റെ പരാഗണം നടക്കുന്ന സമയത്ത് ചെറിയ വ്യതിയാനങ്ങൾ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കൃഷി ഒരു സ്ഥലത്ത് എന്ന രീതിയിലാണ്. അത് എന്റേതാണ്. എല്ലാവർക്കും ചിലപ്പോൾ അത് എല്ലാ കർഷകർക്കും അത് അംഗീകരിക്കണം എന്നില്ല. ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോ ശരിയായിരിക്കാം, ചിലപ്പോ തെറ്റായിരിക്കാം. ഓക്കെ.